ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റമദാൻ 5-ൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റമദാൻ 5-ന് ഇയ്യാൻ്റെ വീട്ടിൽ ചെറിയൊരു നോമ്പ് തുറയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ചെറിയൊരു നോമ്പ്, പുറത്തുനിന്ന് ആരുമില്ല കേട്ടോ. അപ്പോൾ ഉസ്താദിൻ്റെ ചിലവും കൂടിയായിരുന്നു. അപ്പോൾ പള്ളിയിലേക്കുള്ള നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളും ഉസ്താദിൻ്റെ ഭക്ഷണമൊക്കെ തയ്യാറാക്കണം. ഉച്ചയ്ക്ക് തന്നെ ഞങ്ങളെല്ലാവരും കിച്ചണിൽ കയറി മുന്തിരിയൊക്കെ പുഴുങ്ങി ജ്യൂസ് അടിച്ച് വെച്ച് സെറ്റാക്കി. ഇനി ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിന്നെ മസാലകളൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി കേട്ടോ. ബീഫിൻ്റെ മസാലയാണ്, ഇറച്ചിപ്പത്തലിന് വേണ്ടിയിട്ടാണ്. ചിക്കൻ റോളിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമോസ മേക്കറിലാണ് ഇറച്ചിപ്പത്തൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയാൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ പണികൾ തീരും കേട്ടോ. ഒറ്റയടിക്കന്നെ നമുക്കൊരു 25 ഇറച്ചിപ്പത്തൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 3-4 ട്രിപ്പ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പള്ളിയിലേക്ക് നമുക്ക് അത്യാവശ്യം കൊടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സമൂസ മേക്കർ ആയതുകൊണ്ട് സമൂസയുടെ വണ്ണം ചെറുതായിരിക്കും കേട്ടോ. ഫില്ലിങ് അത്രയേ വേണ്ടൂ. നമ്മളിതിൽ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ ഇറച്ചിപ്പത്തൽ കിട്ടും കേട്ടോ. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ ഈ ഒരു ഐറ്റം ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. സൈഡ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. പെട്ടെന്ന് തന്നെ വലിച്ചെടുത്താൽ വരും കേട്ടോ. പിന്നെ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ കൈനെ കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ എല്ലാം താഴെ എത്തും. നല്ല ഷേപ്പിൽ നമുക്ക് സമോസ കിട്ടും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് 25 സമോസ ഒറ്റ ട്രിപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈയോടങ്ങ് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനും ഈ ആരിഫിയൊക്കെ പണിയിലാണ് കേട്ടോ. നോമ്പ് തുറയാകുമ്പോൾ അടുക്കളയൊക്കെ ഒരു കോലായിരിക്കും. ലാസ്റ്റാണ് ക്ലീനിങ് ചെയ്യുക കേട്ടോ. അത് കൈയോടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ട് ഒരു 5-6 നമുക്ക് ഒറ്റ ട്രിപ്പിലെടുക്കാം. അപ്പോൾ സമൂസയിൽ ഇറച്ചിപ്പത്തിലൊക്കെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മൈദ ദോശ ചുട്ടിട്ടാണ് ചിക്കൻ റോൾ ചെയ്ത് നമ്മൾ ഒപ്പം തന്നെ മൈദ മാവിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതാണ് കേട്ടോ. കൈയോടെ തന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ റോൾ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉന്നക്കായി നമ്മൾ കൈയോടെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 കടികളാണ് പള്ളിയിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യലാണ് ചെയ്യുക. ബത്തക്കയും അതേപോലെ അനാറും ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇറച്ചിപ്പോള തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. കുറച്ച് ചീസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി പോളയാണിത്. അപ്പോൾ നല്ല നല്ല രസമുണ്ടായിരുന്നു അത്. നോമ്പുറക്കാനായപ്പോൾ എല്ലാവരും ടേബിളിലേക്ക് വന്നു. കാക്കി ഉണ്ടായിരുന്നു, പാപ്പി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഞങ്ങളും. അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് എപ്പം ബിസിയല്ലേ, അടുക്കളയിലൊക്കെ ഫുള്ള് ബിസിയായിരുന്നു. നോമ്പുറക്കുന്ന സമയത്താണ് നമ്മൾ അടുപ്പ് വരുന്നത്. പിന്നെ നോമ്പുറൊക്കെ കഴിഞ്ഞ് കുറച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുക്കളയിൽ കയറി ഉസ്താദിന് ഭക്ഷണം തയ്യാറാക്കലാണ് കേട്ടോ. ദോശയോ റൊട്ടിയാണ് അവർക്ക് നാസ്തയായിട്ട് കൊടുക്കുന്നത്. ബീഫ് കറി റെഡിയാക്കിയിട്ടുണ്ട്, അതേപോലെ മീൻ കറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഉസ്താദ് ഇന്ന് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് കുറച്ചധികം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 ഉസ്താദിനുള്ള ഭക്ഷണമാണ് നമ്മൾ തയ്യാറാക്കിയത്. പിന്നെ അത്താഴത്തിന് കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വെള്ളരിക്ക ഓലനും അതേപോലെ മീൻ പൊരിച്ചതും മീൻ കറിയും അങ്ങനെയും വേണമായിരുന്നു. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. തറാവി കഴിയുമ്പോഴത്തേക്ക് ഫുഡ് അവിടെ എത്തണം, അങ്ങനെയാണ് അവർ പറയുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ ഷാഹിദായി ഹൈസൂനെടുത്ത് നടക്കലാണ് കേട്ടോ.
ഷായിക്ക് ഇഫുന് ഇപ്പം ഇത് തന്നെ പണി. ഇവരെ എടുത്തുകൊണ്ട് നിൽക്കണം. ഇവർ ഇങ്ങനെ കളിക്കലായിരിക്കും. പക്ഷേങ്കിൽ ഐസൂന് ഇങ്ങനെ എടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പുറത്തൊക്കെ നല്ല ഇരുട്ടാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റത്ത് നല്ല തണുപ്പുണ്ട്, ഉള്ളിൽ നല്ല ചൂടുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി ഒന്ന് സെറ്റാക്കിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇയ്യാൻ്റെ വീട്ടിലെ നോമ്പ് ഭംഗിയായി കഴിഞ്ഞു. ഇത്രയാണ് റമളാൻ 5ൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.